ഇതാണ് ഇത്. അവിടെ കുരിശടി. എടാ അവിടെ അവിടെ ഉണ്ട്. അങ്ങോട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. Guys, we are arrived at St. George Orthodox Church, കടമറ്റം. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കടമറ്റത്ത് കത്തനാർ എന്ന് പറഞ്ഞ സിനിമ റിലീസാവണല്ലോ. അപ്പോൾ അതിൻ്റെ ടീസർ ഏട്ടൻ്റെ കടമറ്റത്ത് കത്തനാർ ഇറങ്ങുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ കടമറ്റത്തുള്ള നമ്മുടെ കടമറ്റത്ത് അച്ഛൻ ജനിച്ചു വളർന്ന ഈ വികാരിയായിട്ടിരുന്ന പള്ളിയിൽ അച്ഛനായിട്ടിരുന്ന നമ്മുടെ കടമറ്റം പള്ളിയിൽ വന്നിരിക്കുകയാണ് ജോസാപ്പി. ഞാൻ പിന്നെ അമ്മച്ചിയുണ്ട്, അമ്മച്ചി കാറിലാണ്. അപ്പോൾ ഇവിടെ ഇതാണ് പള്ളി, ഞാൻ കാണിച്ചു തരുന്നത്. ഇതുണ്ട്, ഇതാണ് പള്ളി ഉണ്ട്. ആ കൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മമ്മി വണ്ടിക്കകത്തിരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും നോക്കിയതേ, ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും കയറാനും ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ആദ്യമായിട്ട് വരുമല്ലേ, അപ്പോൾ അതുകൊണ്ടൊന്ന് നോക്കി ശേഷം പോകാമെന്ന് ഓർത്ത് വണ്ടി ഇവിടെ ഇട്ടതാണ്. അപ്പോൾ ജെയ്സ് പറഞ്ഞത് അവിടെ പാർക്കിംഗ് ഉണ്ടെന്ന് വെച്ചാൽ കുറച്ച് നടക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും. നമുക്ക് അവിടെ ഒരു പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ പറഞ്ഞു വന്നാൽ എന്താണെന്ന് വെച്ചാലേ, ഈ സിനിമ റിലീസല്ല ടീസർ ഇറങ്ങി അല്ലേ, ടീസർ ഇറങ്ങി. ട്രെയിലർ ഇറങ്ങി. അപ്പം അത് കണ്ടപ്പോഴേക്കും ജെയ്സ് പറഞ്ഞു ഇപ്പോൾ ഇന്ന് ഈസ്റ്റർ ആണ്, അറിയാലോ. ഇന്ന് ഈസ്റ്റർ നമ്മൾ സൺഡേ ഒന്ന് പുറത്തിറങ്ങി. അപ്പോൾ ജെയ്സ് പറഞ്ഞെങ്കിൽ നമുക്കൊന്ന് ഈസ്റ്റർ ഹോളിഡേ ആണ് ഗൈസ്, കടമറ്റത്ത് പള്ളി വരെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പോയേക്കാന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സിനിമ കുറേ നാളായിട്ട് നമുക്ക് ഈ പറയുന്ന വർഷങ്ങൾക്ക് മുമ്പ് സീരിയലും അങ്ങനെയുള്ള കുറേ പഴയൊരു സിനിമ ഉണ്ട് കടമറ്റത്ത് അച്ഛൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം കണ്ടിട്ടുള്ള ഈ ഒരു സിനിമ ഇവിടെ ടീസർ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു ആഗ്രഹം, എനിക്ക് കടമറ്റത്ത് പള്ളി ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞങ്ങൾ ഇവിടെ വന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം നേരത്തെ കാണിച്ച പോലെ തന്നെ പള്ളിയുണ്ട്. അപ്പം നമുക്ക് നേരെ ഇനിയിപ്പോൾ അകത്തോട്ട് ചെന്ന് ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള സീൻ വല്ലതും ഉണ്ട്. അത് നോക്കാം, നമുക്ക് ചെന്ന് നോക്കാം. എന്നിട്ട് അപ്പം നോക്കിയിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ എന്തായാലും അങ്ങോട്ട് ചെന്നിട്ട് നമുക്ക് ബാക്കി കാര്യം കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ അതേ മഴ ചെറുതായിട്ട് പെയ്ത് മഴ ഒരു പൊടിക്കുന്നുണ്ട്, അല്ലേ നമുക്ക് നോക്കാം. ഓക്കെ. ഓക്കെ, വരാം. സ്കൂളൊക്കെ ഉണ്ടല്ലേ, സ്കൂള്. ഇതാണ് നമ്മുടെ കണ്ടില്ലേ കടമറ്റം പള്ളി, കടമറ്റത്തച്ഛൻ്റെ അല്ലേ, ജനിച്ചു വളർന്ന അല്ലേ പള്ളിയിൽ അച്ഛനായിട്ടിരുന്ന പള്ളിയാണ്. കൊള്ളാല്ലേ, അതിപ്പോൾ റെനോവേറ്റ് എന്തോ ഇതൊക്കെ ചെയ്യുന്നു തോന്നുന്നില്ലേ, റെനോവേഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ, അല്ലേ സാർ? അല്ല ഇവിടെ എല്ലാം ഇങ്ങനെയാണല്ലോ എപ്പോഴും. പിന്നെ കയറിച്ചല്ല, വണ്ടി ഓടിച്ച് ചെല്ലാൻ പറ്റുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ റോഡ് കിടപ്പുണ്ട്, പക്ഷെ പറ്റുമെന്ന് അറിയത്തില്ല. കൊള്ളാല്ലേ, ഇന്ന് ഇതല്ലേ ഈസ്റ്ററിൻ്റെ ദിവ്യബലിയും ഇതൊക്കെ കാണും. ഹോളി മാസമൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞില്ലേ. ഇത് അതിന് മേളിലോട്ട് കയറ്റാൻ പറ്റുമെന്ന് നോക്കി, അങ്ങോട്ട് പോവാന്ന് തോന്നുന്നു. അല്ല പക്ഷെ അത് പാർക്കിംഗ് എന്ന് എഴുതിയിട്ടുണ്ട് മേളിൽ, പാർക്കിംഗ്. ചെറിയൊരു പള്ളി ഇവിടെ ഉണ്ട്. അവിടെ ഒരു വേറെ പള്ളി ഉണ്ട്. ഇല്ല പൊക്കോ ഉണ്ട്. ഇത് കണ്ട ഒരു പഴയ ഒരു ആർക്കിടെക്ചർ സ്റ്റൈലുണ്ട്, അതാണ് പണ്ടത്തെ പള്ളിയല്ല, 9th century ചർച്ചാണ്. കൊള്ളാം, പഴമ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. വർഷങ്ങൾക്കുള്ള പള്ളിയാന്ന് തോന്നുന്നല്ലേ? അതെ, 9ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന പള്ളി. പിന്നെ ഇപ്പൊ എത്രാമത്തെ നൂറ്റാണ്ടാണ്? 23 താൻ പറ. 22 അല്ലേ? ആണോ, ഉറപ്പാണോ? 23 കണ്ടെന്ന് തോന്നുന്നു. ആണല്ലേ, ഞാൻ എന്തെങ്കിലും ഒന്നും ഉറച്ചില്ല. അത് നമ്മൾ എന്തിനാ ഇതൊക്കെ നോക്കാം, നമ്മൾ അങ്ങോട്ട് ജീവിക്കുക. അതെ, അത്രേ ഉള്ളൂ. മഴയുണ്ട്.
എനിക്ക് തോന്നുന്നത് ഇങ്ങനെയല്ലേ കയറേണ്ടത്? ഇങ്ങനെ കയറാം. ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നു. പള്ളി എങ്ങനെ കയറി പള്ളിക്കകത്ത്? അല്ല ഇങ്ങനെ കയറുന്നുണ്ടല്ലോ എല്ലാവരും. ഇത് കടന്ന് നോക്കി ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വരാം. ആ ഇവിടെ വരാം. എനിക്ക് താനെ ഇവിടെ ഇങ്ങനെ വരാം. നീ കേട്ടോ ആദ്യമായിട്ടാണ് ഇത് സാധനം ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ? അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യാം. നോക്കട്ടെ അങ്ങോട്ട് കയറി നോക്കാം. അങ്ങനെ കയറാൻ പറ്റത്തില്ല. അറിയത്തില്ല. അത് കുഴപ്പമില്ല, നോക്കാം. അപ്പോഴേ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറി ഇതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. മമ്മിക്ക് കാല് പൊക്കിയൊക്കെ വെച്ച് കയറാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ കറങ്ങി അപ്പുറേ വഴി വരാം. അപ്പുറേ വഴി വരാം. എന്താണ് കാര്യം നോക്കാൻ വേണ്ടിയിട്ട് അതെന്താ എനിക്കറിയത്തില്ല. ഐ ഹാവ് നോ ഐഡിയ മാൻ. പള്ളിയുടെ ഫ്രണ്ട് അടച്ചു വെച്ചിരിക്കും. അതെന്തെങ്കിലും ഇനി അറിയത്തില്ല. അതിനകത്തെ വേറെ വിഷയമുണ്ട്. അവിടെ ഫോട്ടോയും വീഡിയോയും അലോഡ് അല്ലെന്നാണ്. നമുക്ക് എന്തായാലും നമ്മൾ പറ്റുന്ന പോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുഴപ്പമില്ല. എന്നാലും ഒത്തിരി അങ്ങോട്ട് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. എന്നാലും നമ്മൾ പറ്റുന്ന പോലെ നിങ്ങളെ കാണിച്ചു തരും ഗൈസ്. ഓക്കെ. ഈ ഇതല്ലേ പോയി കയറ്റം മറ്റേ ഈ മലമ്പ്രദേശങ്ങളായതുകൊണ്ട് കയറ്റം ഇറക്കുകയാണ്. അതെ. നടക്കാനൊക്കെ പാടാം. ആര് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല. ഒരു കയറ്റമാണ്. കയറ്റം ഇറക്കുകയൊക്കെ. നമ്മുടെ ആലപ്പുഴ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നില്ല ഡൈസ്. അല്ലേ? ആലപ്പുഴ മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ പള്ളിയുണ്ട് കണ്ടോ? കിഴക്കോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം കയറ്റം ഇറക്കമാണ്. പുഴയും നമ്മൾ ഇതാണ് അവിടെ ഇതുണ്ട്. നമ്മൾ റോഡിൽ വെച്ച് കണ്ട കുരിശടിയാണ്ട്. അങ്ങോട്ടൊക്കെ വൈകില്ലാതെ മല നോക്കണം. ഇവിടെ മല വന്നിരിക്കും. അതെ, ആ മലപ്രദേശമല്ലേ പിന്നെ ഇത്. നമ്മൾ തൊടുപുഴയിലേക്ക് പോകണ ആ റൂട്ടല്ലേ നമ്മൾ വന്നത്. ഈ മതലൊക്കെ കണ്ടല്ലേ? മതലൊക്കെ വൈകി. ഇവിടുത്തെ മെയിൻ വികാർസിൻ്റെ ഇതായിരിക്കും. കല്ലറയാണെന്ന് തോന്നുന്നു. ടോം സ്റ്റോൺ അല്ല, ടൂം സ്റ്റോൺ ഗൈസ്. ടൂം സ്റ്റോൺ ആണ്. അല്ലാതെ വേറെ സിമിട്രി ഇവിടെ ഉണ്ട്. സിമിത്തേരി ഇല്ലേ, ഇത് കണ്ട്. സെമിത്തേരി, മെയിൻ സെമിത്തേരി. അവിടെ പൈനാപ്പിൾ കൃഷിയുണ്ട്. അതാണെന്ന് തോന്നുന്നു. മറ്റേ വേറൊരു പള്ളിയുണ്ട്, മറ്റേ കിണറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതാ പള്ളി കാണുന്ന കണ്ടില്ലേ? അതെ, കത്തനാരച്ചൻ ആദ്യമായിട്ട് വന്ന പള്ളിയാന്നൊക്കെ പറയാം. അവിടെ കിണറുണ്ട്. ഒരു കിണറില്ലേ, അവിടെ മെഴുകുതിരിയൊക്കെ കത്തിക്കുക ആൾക്കാർ വന്ന്. ഇതേ കുന്തിരിക്ക പ്ലാന്റ്. ഇത് കുന്തിരിക്കാണ്. അതെ, ഇതെന്തോ അത്തി. മാങ്ങയൊക്കെ ഉണ്ടല്ലോ ഇതില്.
ഇതേത് പള്ളി? ഇത് പുതിയ പള്ളിയാണ്, ഇതാണ് പഴയ പള്ളി. ആ ഇത് അല്ല, മറ്റേതാന്ന് തോന്നുന്നു. ഇത് പുതിയ പള്ളിയാണ് ആണെന്ന് തോന്നുന്നു. ആ കിണർ എന്തായാലും ആ പള്ളിയിലുള്ള അല്ല, നമ്മൾ വന്നപ്പോൾ അതല്ല, ആ കിണറല്ല, ഇത് മറ്റേ കിണർ. പിന്നെ നീ മറ്റേ ഇവിടുത്തെ ഈ നമ്മുടെ കടമറ്റത്ത് കത്തനാർ അച്ഛനെ പറ്റി എന്തൊരു കാര്യം പറഞ്ഞായിരുന്നല്ലേ? എങ്ങനെയാണ് പുള്ളി അല്ല, പുള്ളി ഇവിടെ ജനിച്ചു വളർന്നിട്ട് ഇവിടുത്തെ അച്ഛനെടുത്ത് വളർത്തിയതാണ്. പുള്ളി അനാഥനായിരുന്നെന്ന് തോന്നുന്നു. പുള്ളി അച്ഛനും അമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയി. പാവപ്പെട്ട കുടുംബത്തിലൊക്കെ ജനിച്ചത്. ഇവിടുത്തെ അച്ഛനെടുത്ത് വളർത്തി. പുള്ളിക്ക് ലാംഗ്വേജും വേദപാഠങ്ങളൊക്കെ പുള്ളി തന്നെ പഠിച്ചെന്ന് പറഞ്ഞു. പിന്നെ ലാംഗ്വേജ് സിറിയാക്ക് ലാംഗ്വേജ് ഇല്ല, സിറിയാക്ക് ലാംഗ്വേജ് ഒക്കെ പഠിപ്പിച്ചിട്ട് പിന്നെ ഒരു ദിവസം ഇവിടുത്തെ എന്താണ് അടി ഇതില്ലേ കന്നുകാലി, ഈ പശുക്കളെ മൃഗങ്ങളെയൊക്കെ കാണാതായെന്ന് പറഞ്ഞു. എന്ന് പുലി പിടിച്ചെന്ന് എന്താണ്ടൊക്കെ പറഞ്ഞത്. അപ്പോൾ പുള്ളി അതിനെ അന്വേഷിച്ചിട്ട് കാട്ടിലങ്ങോട്ട് പോയപ്പോൾ ഈ കുറച്ചില്ലേ ഈ ഒരു ട്രൈബ്സ് ഇല്ല, ഒരു സ്പെസിഫിക് ട്രൈബ് ഗ്രൂപ്പ് പുള്ളിനെ എന്തോ ക്യാപ്ചർ ചെയ്തിട്ട് പുള്ളിനെ അവിടുത്തെ മൂപ്പൻ എന്തോ എടുത്ത് വളർത്തി എന്നൊക്കെ പറയുന്നത്. പുള്ളിക്കാരന് പിള്ളേരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പുള്ളിനെ കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്ത് വളർത്തി മന്ത്രവിദ്യകളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് പിന്നെ ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ ആൾക്കാരെല്ലാം ജനങ്ങളെല്ലാം പത്തനരാക്കി എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് പുള്ളിക്ക് ഒരു ഈ പറയുന്ന പോലെ മറ്റേ നമ്മുടെ കത്തനാരച്ഛനും മറ്റേ പേഴ്സണൽ ഗെയിൻ വെച്ചിട്ടല്ല. നമ്മളിപ്പോ ചില ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ കോഴീനെ ഇപ്പൊ ആനിമൽസിനൊക്കെ ഇത് ചെയ്തിട്ട് ചെയ്യുന്ന ഇതില്ല, അതൊന്നും ചെയ്യാതെ പൈസ ഒന്നും മേടിക്കാതെ ഒക്കെ ചെയ്തോണ്ടിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇതും കൂടെ അച്ഛനുണ്ട്, പോസിറ്റീവ് സൈഡ്. പുള്ളി മറ്റേ ബാധ ഒഴിപ്പിക്കുന്ന അല്ലേ, അങ്ങനെയുള്ള പരിപാടിയൊക്കെ അല്ലായിരുന്നു? കുരുതിയൊക്കെ കൊടുക്കാതെ തന്നെ, പൈസ ഒന്നും മേടിക്കാതെ തന്നെ ചെയ്തോണ്ടിരുന്നു. പ്രേതങ്ങളൊക്കെ പേടിയായിരുന്നു തോന്നുന്നു അല്ലേ? പ്രേതമല്ല ബാധ. അല്ല, റെഫറൻസ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ലോക സിനിമയിലുണ്ടല്ലോ, നീലിനെ കൺട്രോൾ ചെയ്യാനും കൊല്ലാനും പറ്റുന്ന ഒരേ ഒരു ആള് കത്തനാരച്ചനാണെന്നാണ് പറയുന്നത്. നിങ്ങളെ സിനിമ കണ്ടോ? അടുത്ത സെക്കൻഡ് പാർട്ടിൽ പുള്ളി വരുവാ. പുള്ളി അതിനകത്ത് പരന്നായിട്ട് കാണിക്കുന്നുണ്ടെന്ന്. ചിലപ്പോൾ പുള്ളിയുടെ കൂടുതൽ റെഫറൻസ് ചിലപ്പോൾ കാണാൻ പറ്റും. കുറച്ച് പറയുന്ന പോലെ. പിന്നെ നമ്മുടെ ജയസൂര്യയുടെ സിനിമ വരുന്നുണ്ടല്ലോ, അതിൽ ഫുള്ളായിട്ട് കാണാമല്ലോ പുള്ളി. പക്ഷെ അതിനകത്ത് ഈ പള്ളിയായിട്ട് ബന്ധമൊന്നുമില്ല തോന്നല്ലേ? ഈ പള്ളിയൊന്നും കാണിക്കുന്നൊന്നുമില്ലല്ലോ. എന്നാലും നോക്കാം, കാണുമ്പോൾ അത് നമ്മൾ കണ്ടിട്ടില്ല, ടീസർ ട്രെയിലറിനെ കണ്ടിട്ടുണ്ട്. അത് പുള്ളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും. നീ ഇത് മറ്റേ എവിടെ നിന്ന് പഠിച്ചത്? ഗൂഗിളോ? ഇത് ആർക്കാടെ അറിയാൻ മേലാത്ത കുറച്ചൊക്കെ അറിയാം. പിന്നെ നമുക്ക് ഡേറ്റാ ബേസ് ഇപ്പോൾ ആർക്കെങ്കിലും അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ ഡേറ്റാ ബേസ് ഉണ്ടല്ലോ അല്ലേ, നെറ്റിലും ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. നമ്മുടെ ആദ്യമായിട്ട് കാണുന്നത് ഇതില്ലേ, ഒരു സീരിയൽ ഉണ്ടല്ലോ കത്തനാരെന്ന് പറഞ്ഞു, ആ സീരിയലിലാണ് പുള്ളിനെ അച്ഛൻ്റെ ഇത് കാണുന്നത്. പക്ഷെ പുള്ളി നമ്മുടെ സാധാരണ നമ്മുടെ അച്ഛന്മാരെ പോലെ വൈറ്റ് അല്ലേ, ഒരു ബ്രൗൺ കളറിലെ ഡ്രസ്സല്ലേ ഇട്ടിരിക്കുന്നത്. അത് ഇതല്ല സിറിയൻ അച്ഛനാ അത് അല്ല, അങ്ങനെയല്ലേ? തൊപ്പിയൊക്കെ വെച്ച് നടക്കുന്നല്ലേ. പക്ഷെ ഈ നമ്മുടെ ജയസൂര്യയുടെ പടത്തിനകത്ത് പുള്ളി വേറെ സ്റ്റൈലാണല്ലോ. നമ്മുടെ എന്താ പറയുക, എനിക്ക് ആ ജയേട്ടൻ്റെ സിനിമയിൽ എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ ആ ട്രൈബ്സ് സമയത്തിൽ കാണിക്കുന്ന സംഭവം കാണിക്കുന്നത് എന്ന് വെച്ചാൽ പുള്ളി അച്ഛനാകുന്ന ഇങ്ങോട്ട് വന്ന് കത്തനാകുന്നതിന് മുമ്പത്തെ കാര്യം കാണിക്കുന്നു. മനസ്സിലായോ? ഒരു ആങ്ഷ്യൻ ടൈം അല്ല, എനിക്കൊന്ന് ആദ്യത്തെ പള്ളി മറ്റേതായിരിക്കും. അങ്ങോട്ട് ഒരു 400-450 മീറ്റർ ഉള്ളു. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ആ കിണറൊക്കെ കാണാം. ഇതിനകത്ത് അവിടെ ഒന്നും വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞവർ എഴുതി വെച്ചിട്ടുണ്ട്, അനുവാദം ഇല്ലാതെ. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കിയാൽ അകത്ത് പള്ളിയുടെ അകത്ത് കയറിയിട്ട് വരാം. ജസ്റ്റ് ഒന്ന് എടുത്തേക്കാം. അല്ല കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് എടുക്കാം. ഒത്തിരി എടുത്ത് വീഡിയോ എടുക്കുന്നതിന് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ പറ്റുന്ന രീതിയിൽ കാണിച്ചു തരാം. ഓക്കെ, ഇത് അൽത്താര. മറ്റേ ഞാൻ പറഞ്ഞില്ല, ലാംഗ്വേജ് ഇല്ല, അത് സിറിയാക്ക്. പഴയൊരു ആർക്കിടെക്ചറല്ലേ. പുതുക്കി പണി തന്നെ.
ഒരു തിരി കത്തിച്ചിട്ട് വരാമല്ലേ? ഇവിടം വരെ വന്നതല്ലേ? ഞങ്ങളൊന്ന് തിരി കത്തിച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് തിരിച്ചു വരാം. പ്രധാന പ്രശ്നം നമുക്ക് പള്ളികളിലൊക്കെ കുറച്ച് വീഡിയോഗ്രാഫി കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ്. അങ്ങനെ പ്രശ്നമുണ്ട്. നമുക്ക് എല്ലാവർക്കും കയറി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. എങ്കിലും നമുക്ക് മാക്സിമം നമുക്ക് കാണിക്കാൻ പറ്റുന്നത് കാണിച്ചു തരാം. ഇത് ഇന്ന് ഈസ്റ്റർ ആയിട്ട് ഒന്ന് ഞങ്ങളുടെ ഇടവക പള്ളി ഞങ്ങൾ പോയായിരുന്നു. എന്നിട്ട് പിന്നെ ഈ സിനിമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ പള്ളിയെക്കുറിച്ച് ഓർത്തപ്പോൾ ഒന്ന് ഇവിടം വരെ വന്നതാണ്. ആര് പറഞ്ഞിട്ട് വന്നേ? ഞാൻ പറഞ്ഞല്ലേ, അത്രേ ഉള്ളൂ. കത്തിക്കാമല്ലോ, ചെരുപ്പ് വേണം. അത് കുഴപ്പമില്ല. ഇവിടെ എങ്ങനെയുണ്ട്? ഇവിടെ എഴുതിയിരിക്കുന്നല്ലേ എടുക്കാടത്. ഇതാണ് നമ്മുടെ പൗരാണിക കടമറ്റത്തച്ഛൻ്റെ പള്ളി എന്ന് എഴുതിയിരിക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് ആ പള്ളി. വേറൊരു പള്ളിയും കൂടെ ഉണ്ട്, അത് താഴത്താണ്. അവിടെ കിണറൊക്കെ ഉള്ളത്. അത് നമ്മൾ ഇത് കണ്ടോ, ഇതാ കാണുന്നു. അല്ല, അത് പള്ളിയല്ല, അത് കുരിശടിയാണ്. കാണിച്ചു തരാം, താഴെ പോയിട്ട് കാണിച്ചു തരാം. ഇത് മറ്റേ പള്ളിമേടയാണ്. പള്ളിമേട എന്ന് പറയത്തില്ലേ ആ സാധനം, അച്ഛന്മാരുടെയൊക്കെ അതാണ്. ഈ ബിൽഡിംഗ് ഒത്തിരി പഴയതാണ്, കണ്ടാൽ തന്നെ അറിയത്തില്ല അതിൻ്റെ ആർക്കിടെക്ചർ. പിന്നെ എനിക്ക് വേറൊരു ഇതല്ല, ഇത് ആദ്യമായിട്ട് ഞാനൊരു പള്ളിയുടെ ഫ്രണ്ടിൽ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതെന്താന്ന് എനിക്കറിയത്തില്ല, എന്തോ വല്ല ഐഡിയ ഇല്ല. ഇതറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് എനിക്കറിയത്തില്ല അതെന്താ അങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്, എന്താണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയ പള്ളി താഴെയുണ്ട്, ആ കിണറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല ആ പള്ളി. കടമറ്റത്തച്ഛൻ ആ കിണറിൽ ഇറങ്ങി അപ്രത്യക്ഷയായി, ഏതോ കിണറിലോ ഏതോ ഗുഹയിൽ കയറി അപ്രത്യക്ഷമായെന്നൊക്കെ പറയുന്നത്. നോക്കട്ടെ, ആ കിണർ താഴത്തെ പള്ളിയിലാണ്. കടമറ്റത്തച്ഛൻ്റെ അവിടെ താമസിച്ചിരുന്ന പള്ളിയാണെന്നാണ് പറയുന്നത്, ആദ്യം വന്ന പള്ളി. ആ വീടാണ്, അതാ പറഞ്ഞത്, താമസിച്ചിരുന്ന പള്ളിയാണ് താഴത്താണ്. ആ കിണറും ഒക്കെ അവിടെയാണ്. അവിടെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് അവിടുത്തെ മെയിൻ എൻട്രൻസ്. ഇതിൽ ആദ്യത്തെ കുരിശടി, അത് ഫ്രണ്ടിൽ നിന്നുള്ള മറ്റേ ആദ്യം കാണിച്ചത് പുറകിലത്തെ കുരിശടിയാണ്. ഇനി ഇത് ഇവിടുത്തെ എന്തോ വേറെ കിണറായത്. ഇതെനിക്കൊന്നും ഇതിനകത്തുണ്ടെങ്കിൽ വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും മത്സ്യം കാണും അല്ലേ? അല്ല അമ്മച്ചി, അമ്മച്ചിക്ക് അറിയാം അത് ആണെന്ന് തോന്നുന്നു. റൈലിലോട്ട് പോകും. ആ അത് തന്നെ, അങ്ങോട്ട് നോക്കൂ. പള്ളിയെല്ലാം നിൽക്കുന്നത്. ഇവിടെ ഒരു കോർട്ടൊക്കെ ഉണ്ട്. ആ പള്ളിയല്ലേ? ആ പള്ളിയ താഴത്തേന്ന് കണ്ട പള്ളിയില്ല, ആ പള്ളിയാണ്. ആ കിണറൊക്കെ ഉള്ളത് ചെറിയ പള്ളിയാണ്. നേരെ അങ്ങോട്ട് പോ, ദേ എത്തി. ഇതല്ലേ നേരെ പോകണം അങ്ങോട്ട് പോവല്ലോ. ഇതല്ല ഈ പള്ളിയെ, ഇതല്ല പള്ളി. ഇതാണ് നമ്മൾ ആ മേളിൽ നിന്ന് കണ്ടില്ല, താഴത്തെ പള്ളിയില്ലേ, ആ പള്ളി. അത്
കടമറ്റത്തച്ഛൻ്റെ ശരിക്കും യഥാർത്ഥ പേര് പൗലോസ് എന്നാണ് കേട്ടോ. പൗലോസ് അച്ഛൻ എന്നാണ് പേര്, പൗലോസ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ഡേറ്റാബേസിലും വിക്കിപീഡിയയിലൊക്കെ ഉണ്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ആ പള്ളി, ഉണ്ട് താഴത്തെ പള്ളി. ഇതാണ് ആ കിണറൊക്കെ ഉള്ള കിണറൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ആ പള്ളിയുടെ എൻട്രൻസ്. വീഡിയോഗ്രാഫി അതോടാണെന്ന് അറിയത്തില്ല, നോക്കാം എന്നാലും. ഇതാണ് താഴത്ത് നമ്മൾ കണ്ടില്ല ആ പള്ളി. ഇവിടെയാണ് നമ്മുടെ താഴത്തെ പള്ളിയിലാണ് തിരികെ എത്തിക്കത്തില്ലേ, ഇതിവിടെയാണ്. ഇതല്ല, അത് ഞാൻ കാണിച്ചു തരുന്നു. ഇത് കിണറില്ല, ഒരു ഗുഹ പോലത്തെ സാധനമാണ്. ഉണ്ടോ, ഒരു വാതിൽ കണ്ടോ, കിണർ മേളിലാണ്. ഇത് അല്ലല്ല, പക്ഷെ അവിടെ വാതിലുണ്ട്. ഇത് കണ്ട ഒരു ഗുഹയാണ്. ഇതിൻ്റെ അടിയിലോട്ടെന്താണെന്ന് അറിയത്തില്ല. ആ കിണറിൻ്റെ ആക്സസ് ആണ്, ആ മേളത്തെ കിണറാണ് താഴത്തേക്ക് പോകുന്നത്. അല്ലടാ, മേളത്തെ കിണറിൻ്റെ അതാ പോണത് താഴത്തേക്ക് അല്ലേ. അതകത്തുനിന്ന് അവർക്ക് കിണറ്റിലോട്ടുള്ള ആക്സസ് ആണ് ആ വാതിൽ കൊടുത്തിരിക്കുന്നത്. ആ, അകത്തോട്ട് പോകും. നമ്മുടെ കത്തനാരച്ഛൻ പറയുന്ന പോലെ ഈ കണ്ടല്ലേ, ഈ കിണറിനകത്തുകൂടി ഇറങ്ങി ഇങ്ങനെ പാതാളത്തിലേക്ക് പോയെന്ന് അങ്ങനെ കണ്ടല്ലേ ഐതിഹ്യം. അങ്ങനെ പറയുന്നു. അതെ, അപ്പോൾ അത് ഇപ്പോൾ കുറച്ച് അവർ ഇത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. കുറച്ച് ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആരാണ്ട് എന്തോ അതെ ചാടി ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു ഇത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ മൊത്തം ക്ലോസ് ചെയ്തിരിക്കുക. കാണിച്ച് ഇത് കണ്ടോ, മൊത്തം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇതിനകത്ത് അവിടെ അകത്ത് ഒരു വാതിൽ കണ്ട, അപ്പോൾ അത് തുറന്നിട്ട് കോഴീനെ കൊന്ന് ബ്ലഡ് ഇതിനകത്തേക്ക് ഒഴിക്കുമെന്ന് അങ്ങനെയാണ്ട് ഒരു സംഭവം കൂടി അങ്ങനെ എന്തോ പറയുന്നുണ്ട്. പക്ഷെ അത് പള്ളിയായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്താ അനുമതി ഇല്ലാതെ ചെയ്തുകൊണ്ട് പിന്നെ അത് അടച്ചെന്നൊക്കെയാണ് പറയുന്നത്. ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അങ്ങനത്തെ പരിപാടികളൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, പള്ളിയുടെ അനുമതി ഇല്ലാതെ പള്ളിയുടെ വിരുദ്ധ ഇതായിട്ടുള്ള പള്ളിയുടെ സമ്മതം അനുമതി ഇല്ലാതെ ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിരോധിച്ചിരിക്കുകയെന്നും പറഞ്ഞ് അവിടെ ബോർഡും വെച്ചിട്ടുണ്ട്. കുറേ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന നേർച്ച എല്ലാം ഇട്ടിട്ടുണ്ട്. നേർച്ച അല്ലേ ഈ കടമറ്റത്ത് പള്ളിയും നമ്മൾ ആദ്യം കണ്ടത് അല്ലേ. ഇത് ജനിച്ചു വളർന്ന അച്ഛൻ്റെ വീടായിരുന്നു, വീട്. പിന്നെ അത് പള്ളിയാക്കി, പൗലോസ് അച്ഛൻ എന്നാ പറയുന്നത്. അതെ, പള്ളിയാക്കിയതാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇതിനകത്തുകൂടി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്തുകൂടി നേരെ അല്ലേ ഇറങ്ങി അപ്രതീക്ഷ എന്നൊക്കെ അങ്ങനെയൊക്കെ പറയും. ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കതിലൊന്നും വിശ്വാസമില്ല, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്ന ആളല്ല. എന്തായാലും കൊള്ളാം അല്ലേ. അതാ താൻ വിശ്വസിക്കാത്തതാണ്. അല്ല, ഇത്രയും ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാത്തിനും ഒരു സിംബലൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ തനിക്ക് വിശ്വസിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല, ഐതിഹ്യം ഓക്കെ, പക്ഷെ ഇത് ഓരോന്നിനും ഓരോരോ തെളിവുകൾ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആയിക്കോട്ടെ, ഞാൻ അതിനൊന്നും എതിരല്ല, ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് മാത്രമേ പറയുന്നുള്ളൂ. വേറെ പക്ഷേ എനിക്ക് സിൻസിയറായിട്ട് വിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ ജോസാഫിനെ പോലെ അല്ല, എനിക്ക് അടിപൊളിയായിട്ട് വിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ ആ കിണറെന്നാണ് പറയുന്നത്. കണ്ടോ, ഇതാണ് ആ മേളിൽ നിന്നുള്ള വ്യൂ ആണ്. നമ്മൾ താഴത്തെ നേരത്തെ കണ്ടത് മേളിൽ നിന്നുള്ള. ഇപ്പോൾ മൊത്തം അടച്ചു വെച്ചിരിക്കുകയാണ്, ഞാൻ പറഞ്ഞില്ലേ. ഇതുണ്ട്, അടച്ച് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മറ്റേ ഈ സംഭവം നടന്നുകൊണ്ട് ഇപ്പം ഇങ്ങനെയാണ്.
പിന്നെ ഇത് കണ്ടത് മറ്റേ അന്നത്തെ സംഭവം ഇൻസിഡൻറ്റോട് കൂടി ഇതിങ്ങനെ ഇതുണ്ട്. ഇതിൻ്റെ രീതിയാണ് ക്രൈസ്തവ ദർശനങ്ങൾക്ക് വിരുദ്ധമായ കർമാനുഷ്ഠാനങ്ങൾ കിണറിന് സമീപത്ത് പള്ളി കോമ്പൗണ്ടിൽ നടത്തരുത് എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നുണ്ട്. സമ്മതമില്ല ഞാൻ നടത്തരുത്. നേരത്തെ പറഞ്ഞില്ലായിരുന്നു എൻ്റെ കോഴീനൊക്കെ ഒന്ന് ബ്ലഡ് കുരുതി കൊടുക്കരുത്, അല്ല കുരുതി കൊടുക്കൽ എല്ലാം കണ്ടാ പറയുന്നത്. കോഴീനെ കൊടുക്കൽ കോഴീനെ കുരുതി കൊടുക്കൽ അത് ചെയ്യരുതെന്നാണ് ഇപ്പോൾ അവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. എനിക്കൊന്ന് മറ്റ് മതസ്ഥരുമായിട്ട് കുറച്ച് കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു. പള്ളിയും അല്ലേ കത്തനാരച്ഛനും ഈ പള്ളി അല്ലേ പഴയ ഒരു ഇതൊക്കെ വെച്ചിട്ട് എന്തോ കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പ്രോപ്പർ ഒരു ക്രിസ്ത്യൻ ഇതല്ല. കുറെ ആങ്സിയന്റ് ടൈം അല്ല, അപ്പൊ പിന്നെ കുറച്ച് കണക്ഷൻ കാണും. വിശ്വാസമുള്ള ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ എല്ലാരും വരത്തില്ല പിന്നെ മറ്റുള്ള മതസ്ഥർ എല്ലാരും വരുന്ന പള്ളിയിലല്ലേ അടുത്ത പള്ളിയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഇതാണ് മറ്റേ നമ്മുടെ പുതുതായിട്ട് വെച്ചാന്ന് തോന്നുന്നല്ലേ. ഇത് വീട് അല്ലേ പുള്ളിക്കാരൻ്റെ വീടായിരുന്നു. ഇപ്പം ഒരു വേറെ എന്തോ പള്ളിയിലേക്ക് മാറ്റിയിരിക്കുക, കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്ന് കടമറ്റത്ത് പള്ളിയിലെ വിശേഷങ്ങൾ. നമ്മൾ അത്യാവശ്യം നിങ്ങൾ കണ്ടിട്ടുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്ന് കാണുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് പിന്നെ ഈസ്റ്റർ ആയതുകൊണ്ട് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയതിന് ശേഷം പിന്നെ കാണാത്ത ആൾക്കാരുണ്ട് ഈ പറയുന്ന പോലെ ഈ സിനിമ കാണുക വീഡിയോ അല്ല നീ ഇപ്പോൾ സിനിമയൊക്കെ ഇറങ്ങുന്നതിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇവിടെ വന്നൊന്ന് കണ്ടേക്കാന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ എന്തായാലും അറിയാത്തതായിട്ട് ആരുമില്ല, എന്നാലും അറിയാൻ മേലാത്തവർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടാലും കുറേ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്, എന്നാലും വീഡിയോ കാണുമ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങളിന്ന് ഫസ്റ്റ് ടൈം വന്ന് കണ്ടു. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഒരു എന്തോ കുറച്ച് അല്ലേ ഒരു കുറേ ഐതിഹ്യങ്ങളും അങ്ങനെ ഒത്തിരി കാണാനായിട്ടൊക്കെ നല്ല രസം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വെച്ചാൽ ഒരു നോർമൽ ഒരു പള്ളിയായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം ഒരു പ്രോപ്പർ ഒരു ക്രിസ്ത്യൻ ഒരു സെറ്റപ്പ് അല്ല ഇവിടെ അല്ലേ. ഒരു ആൻഷ്യന്റ് പഴയ പഴയ കാലങ്ങളിൽ സെഞ്ചുറി അല്ല നൂറ്റാണ്ടില് എല്ലാ മതവിഭാഗങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാരും വരുന്നുണ്ട്. ഞങ്ങൾ ഇപ്പൊ അവിടെ വന്ന് ചെന്നപ്പോ ഒത്തിരി ആൾക്കാർ പല മതവിഭാഗങ്ങളും ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. മറ്റുള്ള മതത്തിലുള്ള ആൾക്കാരും എല്ലാവരും വന്നിട്ട് അവർ വിശ്വസിക്കുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരേപോലെ ഒരേ വിശ്വാസമാണ്. അങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം പറയില്ല ഇതുപോലുള്ളവരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ കണ്ട് മുമ്പോട്ട് പോകുന്ന ഇതൊക്കെയാണ് യഥാർത്ഥ മതസൗഹാർദ്ദം. ഈ കടമറ്റത്ത് അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ എല്ലാവരും ഇവിടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യണം. അടിപൊളിയാണ്, നല്ല അടിപൊളി സ്ഥലം, നല്ല വൈബാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കണ്ട് മുമ്പോട്ട് പോയ ഒരാളായതുകൊണ്ടായിരിക്കും ഇപ്പോഴും അവർ ഒരേപോലെ ഈ 2026 മറ്റുള്ള മതങ്ങളും കൂടി ഒരേപോലെ കണ്ടിരുന്ന ആളായിരുന്നു കടമറ്റത്തച്ഛൻ. അതുകൊണ്ട് എല്ലാവർക്കും വിശ്വാസമാണ് ഇവിടെ വിസിറ്റ് ചെയ്യാനും വരുന്നത്. അതുപോലെ തന്നെ നമ്മളെ കിണറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും കുറേ കുറേ കാര്യങ്ങൾ മറ്റേ അന്യമതവിഭാഗത്തിലുള്ള ആൾക്കാർ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നടത്തുകയൊക്കെ കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ അല്ലേ. പക്ഷെ ഇപ്പോൾ എന്തായാലും അവർ നിരോധിച്ചിരിക്കുകയാണ് അത്. കാരണം നമ്മൾ പള്ളിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കുരുതി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത്ര ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മളതിലൊന്നും വിശ്വസിക്കില്ല. ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുരുതി കൊല്ലുക അങ്ങനെയുള്ള പരിപാടിയൊന്നും നമുക്കില്ല. അപ്പോൾ എന്തായാലും പഴയ കാര്യങ്ങളായിരിക്കും അവർ അത് പിന്തുടർന്ന് വന്നായിരിക്കും. പക്ഷെ ഇപ്പം നിലവിൽ അതൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു നമ്മുടെ കടമറ്റത്ത് പള്ളിയുമായിട്ട് വീഡിയോ. അതെ, കടമറ്റത്ത് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതായിരുന്നു. അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ ഈസ്റ്റർ ഡേ ആണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതെ, ഈസ്റ്ററായിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങിയായിരുന്നു, സൺഡേ ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് പള്ളിയിലേക്ക് വരാൻ ഒരു വെറൈറ്റി അല്ലേ. ആര് പറഞ്ഞിട്ടാണ് ജെയ്സ് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് വിശ്വാസം വന്നല്ലോ. ഞാനീ കുറച്ച് എനിക്ക് വിശ്വാസമല്ലടാ, നമ്മൾ ഓരോ കാഴ്ചകളല്ലേ പുതിയത്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഒരു സിംബലൈസ് ഉണ്ട്, എന്തിനൊരു തെളിവ് ഞാൻ എന്താ പറയുന്നത് വിശ്വസിച്ചതും ഞാൻ കണ്ടും കേട്ടും വളർന്നു വന്നതായിട്ടുള്ള ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ കണ്ടും കേട്ടും വിശ്വസിച്ചും വന്ന ഒരു ഇത് എനിക്കുണ്ട്. അപ്പോൾ അതിന് നമുക്ക് മാറ്റങ്ങളൊന്നും നമ്മൾ വരുത്തുന്നില്ല. ഞാൻ ദൈവവിശ്വാസി തന്നെയാണ്. അത് ഡിപ്പെൻസ് ആണ്, അത് ഓരോരുത്തർക്കും ഓരോരോ ഇതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പേഴ്സണലി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഈ പറയുന്ന പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും കാണാം. ഓക്കെ ബൈ. ഓക്കെ ഗൈസ്, ബൈ.
വഴി നോക്കാനാണെന്നും പറഞ്ഞ് ജോസാപ്പി എവിടെ എങ്ങാണ്ടൊക്കെ പോയിട്ട് വരുന്നുണ്ട്. എൻ്റെ ചെറിയ പള്ളിയല്ല താഴത്ത് കണ്ട പള്ളിയില്ല, അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയാണ് നോക്കുന്നത്. ആരുടെങ്കിലും ചോദിച്ചാൽ മതി, ജോസാപ്പി ആണെങ്കിൽ അറിയാലോ, കുറച്ച് അഡ്വഞ്ചറസ് ആണ്. സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ഒരു മനസ്സമാധാനം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ജോസാപ്പിയുടെ ഇതിന് വിട്ടേച്ച് എന്തെങ്കിലും ചെയ്യട്ടെ അല്ലേ, എന്തെങ്കിലും ചെയ്യട്ടെ ഗൈസ്. Guys, we are arrived at St. George Orthodox Church, കടമറ്റം. അത് ഇങ്ങനെ കയറാൻ പറ്റത്തില്ല, അങ്ങനെ പറഞ്ഞു. ഇത് എനിക്കൊന്ന് ഇത് ബാക്ക് സൈഡാന്ന് തോന്നുന്നു. ഇത് കുഴപ്പമില്ല, നമുക്ക് അപ്പുറത്തുനിന്ന് എടുക്കാം. ഇതാണ് നമ്മുടെ കടമറ്റത്തച്ഛൻ, കടമറ്റത്ത് കത്തനാരുടെ ആ പള്ളിയില്ലേ, ആ പള്ളിയുടെ ബാക്ക് സൈഡ് ആ കുരിശടിയാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ കടമറ്റത്ത് പള്ളി അതല്ല ഗൈസ്, എന്തായാലും അപ്പോൾ ഞങ്ങൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോസ്. പക്ഷേ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇത് ഇത്ര നീ തന്നെ